ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ ഗൈസ്? നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോൾ കണ്ടസ്റ്റൻ്റായിട്ട് കയറി വന്ന മസ്താനി വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് നിങ്ങൾ രേണുവിനെ പറഞ്ഞ ആ ഒരു വേർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കേട്ട് നോക്കി എന്താ പറയുന്നത്. ഈ വിധവ എന്ന് പറയുന്ന ആ ഒരു വേർഡിലെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ സുഖമുള്ളൊരു വാക്കല്ല. അപ്പോൾ അത് വേറൊരാൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് കുറേ തവണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിന് വല്ലാണ്ട് അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ടും അവർ തളരാതെ പിടിച്ച് നിന്നിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് രേണു പൊളി തന്നെയാണ് ഗൈസ്. മസ്താനി പാലും പൊക്കി ഓടാൻ തയ്യാറായി നിൽക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായി കണ്ടു നോക്കാം. എൻ്റെ ഭർത്താവിനെ ഞാൻ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ്. ഞാൻ വിധവയല്ല അല്ല ഞാൻ വിധവയല്ല. എൻ്റെ ഭർത്താവ് എൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല. സോ ഞാൻ വിധവയല്ല. എൻ്റെ സൂചന ഞാൻ വിധവയല്ല. ഇത് ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു. എന്റെ ഭർത്താവാണ് ഇനിയും ഞാൻ തലയ്ക്ക് മുകളിലല്ല, എന്റെ ഉള്ളിലാണ് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോഴും സൗകര്യം കൊടുക്കും. ഒരു സൗകര്യം കൊടുക്കത്തില്ല. അത് എന്റെ ഭർത്താവല്ലേ, ഞാൻ കൊടുത്തു. അതെന്തിനാ മസ്താനി അന്വേഷിക്കുന്നത്? എന്റെ ഭർത്താവിന്റെ കാര്യം മസ്താനിക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഇതെന്തായാലും കുറച്ച് കൂടിപ്പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മസ്താനി കുറച്ച് വേറെ ആൾക്കാരോട് ഇതേപോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് 100 days വരെ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇത്രയും ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.